ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ബൂസ്റ്റ് മതിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെ പോകുന്നത്. അങ്ങനെ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ ഇക്കായും കൂടെ ബാങ്കിൽ പോവാണ് കേട്ടോ. കിച്ചു രാവിലെ തന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അക്കു അമ്മ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, കാരണം അവർക്ക് സ്കൂൾ ലീവല്ലേ, അത് കാരണമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോകണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ബാങ്കിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അങ്ങനെ ഞാനും ഇക്കായും കൂടെ ബാങ്കിൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഡ്രോയിങ് ചെയ്യുകയാണ് കേട്ടോ. കളറെല്ലാം എടുത്ത് വെച്ച് ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം, അമ്മൂൻ്റെ ഡ്രോയിങ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇക്ക എന്നെ വീട്ടിലിട്ട് ഇക്ക റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കു അമ്മു ഞാനും ഉള്ളത് കാരണം ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് കാരണം ഞാൻ ചോറ് പെട്ടെന്ന് വേഗുന്ന ചോറായതുകൊണ്ട് പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് ചോറ് വേകുവേ. പിന്നെ ക്യാബേജ് തോരൻ വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ചിക്കൻ വറുത്തരച്ച് കറി വെച്ചു. അങ്ങനെ എനിക്കും അമ്മൂനും അക്കുനും മാത്രം മതി. ഇത് കാരണം എല്ലാം കുറേച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കണം. ഞങ്ങൾ ഉച്ചത്തേക്ക് മാത്രമേ ഇത് എടുക്കാറുള്ളൂ. പിന്നെ രാത്രി വേറെ എന്തെങ്കിലും ഫുഡാണ് നമ്മൾ കഴിക്കാറുള്ളത്. പിന്നെ ഇന്നലത്തെ രാത്രിത്തെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തു. ചോറ് എന്നിട്ടും വെന്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയെല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചതിന് ക്യാബേജ് തോരന്, പിന്നെ ചിക്കൻ വറുത്തരച്ചത്, ബീഫ് ഫ്രൈ, ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് വേറെ ഒന്നും വേണ്ട, ഇതൊക്കെ മതി, പെട്ടെന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞത് കാരണം ഞാൻ പെട്ടെന്നെല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോകണം. ഞാനും ഒക്കെ അമ്മ കൂടെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് പിന്നീട് അമ്മു വീണ്ടും ഡ്രോയിങ് ആണ്. അപ്പോൾ പാത്രം എല്ലാം കൂടെ ഒരു കൂട്ടമുണ്ട്, ഞാനിതെല്ലാം കൂടെ കഴുകി വെച്ചു. എന്നിട്ട് ഈവനിങ്ങിൽ പിന്നെ ഞാൻ പുറത്ത് പോവാണ് ഇക്കായുമായിട്ടിട്ട്. ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനെല്ലാം ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അക്കു അമ്മും വരുന്നില്ല, ഞാനും ഇക്കായും മാത്രമാണ് പോകുന്നത് കേട്ടോ. അക്കു അമ്മും വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാവേ. ഞാൻ എവിടെ പോകണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ആദ്യം നേരെ പോകുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം എൻ്റെ കിച്ചുമോന് ഷർട്ട് എടുക്കണമായിരുന്നേ. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ വഴിയിട്ട് മാങ്ങ വിൽക്കുന്നത് കണ്ടേ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി 3 കിലോ മാങ്ങ ഒക്കെ വാങ്ങിച്ചു. നല്ല പഴുത്ത മാമ്പഴമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അങ്ങനെ ഇവിടെ മാത്യു ഗാർമെൻറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക കയറിയില്ല. ഇക്ക എന്നെ ഇവിടെ കൊണ്ട് നിർത്തി തന്നു, പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. ഇക്ക കാറിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ വന്നു. ഇപ്പോഴും നമ്മൾ വരുന്ന ഷോപ്പായതുകൊണ്ട് എനിക്കറിയാം ഇത് എവിടെയാണ്, കിച്ചുമോൻ്റെ ഷർട്ടൊക്കെ സ്പേസിലായിരിക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ 2 ഷർട്ട് കിച്ചുവിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബില്ലൊക്കെ പേ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇവിടുത്തെ കസ്റ്റമർ ആയതുകൊണ്ട് അവർക്കെല്ലാം നമ്മളെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം എടുത്ത് തരും, ബില്ലൊക്കെ പേ ചെയ്ത്. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. കിച്ചുവിന് മാത്രമായിട്ട് ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കത് ഇവിടെ കാറും കൊണ്ട് ഇവിടെ തന്നെ എനിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ തിരിച്ച് ഞാൻ കാറിൽ വന്ന് കയറി. ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കത്തില്ല. കുറച്ച് വീഡിയോസ്. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അക്കുട്ടൻ ജൂലിയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മു എന്ത് ചെയ്യുന്നത് വെച്ചാൽ അമ്മു പിന്നെയും ഡ്രോയിങ് ചെയ്യുവാണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഞാനും അവൻ പൂച്ചയെ വെച്ച് കളിപ്പിക്കുന്നത് കണ്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവർ വാട്ടർമെലൻ അക്കു അമ്മും കൂടെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ കലക്കി വെള്ളം പോലാക്കി എടുത്തുകൊണ്ട് വന്ന് 2 വട്ടം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് വെച്ച് ഉമ്മയ്ക്ക് വേണോ? ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന്. കാരണം അതിനകത്ത് ഒരുപാട് ഐസ് കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നാമത് എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക കേട്ടോ. അത് കാരണം ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് കാരണം അവരോട് ഇരുന്ന് കുടിച്ച് ഒരു ലുഡോ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ പോയി ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു. പിന്നെ എനിക്ക് ലഡു തിന്നാൻ കൊതി വന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി മഞ്ഞ ലഡു എടുത്ത് വെച്ച് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണം തോന്നി. പിന്നെ ഞാൻ പോയി ഒരു ഓറഞ്ചിൻ്റെ ലഡു എടുത്ത് വെച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണ് ഷുഗർ വരുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. പിന്നെ അക്കൂട്ടൻ എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കി വീഡിയോ എടുക്കുവാണ്. ഒരു പെട്ടി എടുത്തിട്ട് അതിനകത്തൊരു കണ്ണാടി ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് മൊബൈൽ ബാക്ക് സൈഡിൽ വെക്കുന്നുണ്ട്. വെക്കുമ്പോൾ നമ്മുടെ ഈ ഭിത്തിയുടെ അകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഈ ക്യാമറ അതിനകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല എക്സ്പെരിമെൻ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ഇക്ക വന്നു. ഇക്കായും ഞാനും കൂടെ ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചതിന് ശേഷം ഇക്ക പോയി. പിന്നെ മക്കൾ പിന്നെ അമ്മ ഡ്രോയിങ് ചെയ്യുകയാണ് കേട്ടോ. അക്കൂട്ടൻ പോയി നോക്കിയിരിക്കുകയാണ് പിങ്കി എടുത്തിട്ട് വെച്ചാൽ അമ്മ എന്തോ ചെയ്യുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മൂൻ്റെ ഡ്രോയിങ്. അമ്മ ചുമ്മാ പിന്നെ അത് തോന്നുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയൊക്കെ കൊണ്ടുവന്നു. ഇത് രാത്രി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നിറങ്ങി. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇന്ന് എടുത്തില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള
അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.